തേജസ് ഇപ്പോൾ ഓർഡർ ചെയ്ത രാജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു വിമാനവും ആർക്കും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ. ഏതെങ്കിലും വിമാനം എവിടെങ്കിലും, ഞാൻ കഴിഞ്ഞ റാപ്റ്ററുടെ കാര്യമൊക്കെ പറഞ്ഞു, ഒരു റാപ്റ്റർ പോയില്ലേ? F-22 റാപ്റ്റർ ഒരെണ്ണം പോയിട്ടുണ്ട്, 20 19 ഉള്ളൂ. അതെങ്ങനെയാ പോയത്? ഇത് തന്നെയല്ലേ. അങ്ങനെ പിന്നെ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എങ്ങനെ അപകടം ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യമാണ്. അറിയാം, പൈലറ്റിന് പോലും ഇജക്ട് ചെയ്യാനാവാത്ത രീതിയിലാണ് അപകടം ഉണ്ടായത്. അപ്പൊ പൈലറ്റ് ഈ വിമാനം ചെന്ന് കണ്ടുകൊണ്ടിരുന്ന ആളുകളിൽ നിന്ന് വീഴാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത് എന്നൊരു റിപ്പോർട്ടുണ്ട്. പിന്നെ -G കുറിച്ച്, -G കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഇതിന്റെ കാരണം? യന്ത്രഭാഗങ്ങളിലെ എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ അങ്ങനെ സാധനമാണോ, അല്ലെങ്കിൽ സാങ്കേതികമായ പ്രശ്നമാണോ? പൈലറ്റിന് എന്തുകൊണ്ടാണ് ഈ ഒരു 3-4 കാരണങ്ങളാണ് ഒരു വിമാനം തകരാനായിട്ട് പ്രധാനമായിട്ട് കാരണം. ഒന്ന്, അതിന്റെ സാങ്കേതിക പിഴവ്, സാങ്കേതികമായ ഡെഫിഷ്യൻസി. 2, എക്സ്റ്റേണൽ ആയിട്ടുള്ള ലൈക്ക് ഒരു ഹറിക്കെയിൻ, അല്ലെങ്കിൽ ഒരു ടർബുലൻസ്, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള എന്തെങ്കിലും പക്ഷിയുടെ ചിറകടി, അല്ലെങ്കിൽ പുറത്തുനിന്ന് മിസൈലുകൾ, എക്സ്റ്റേണൽ ആയിട്ടുള്ള അഗ്രഷൻ. 3, അത് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആളിന്റെ അയാൾക്ക് എന്തെങ്കിലും ഹൃദയസ്തംഭനം വരികയോ. അപ്പൊ പല ഈവൻ കമേഴ്സ്യൽ പൈലറ്റുമാരൊക്കെ ചിലർ ക്യാബിനിലിരുന്ന് അബോധാവസ്ഥയിലേക്ക് പോകും. അപ്പം ഈ കോ പൈലറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇയാളെ മാറ്റിയിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതോ ഒരു അപകടത്തിൽ തന്നെ അറിയാലോ, മെയിൻ പൈലറ്റ് പുള്ളി അബോധാവസ്ഥയിലായിരുന്നു, പക്ഷെ ഇത് ലോക്ക്ഡ് ആയിരുന്നു റൂം. അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഒരു ഫ്രഞ്ച് ആണ്, അതോ മനഃപൂർവ്വം പൂട്ടിയാണ്. ക്യാബിൻ പൂട്ടിയിരുന്നു, പുറത്ത് മറ്റേ പൈലറ്റിന് വരാൻ പറ്റില്ല, കയറാൻ സമ്മതിച്ചില്ല. അയാളെ പറഞ്ഞ് ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടിട്ട്, ബാത്റൂമിലേക്ക് അയാൾ പോയി. അപ്പോൾ ഈ മെയിൻ പൈലറ്റ് മാത്രമായിരുന്നു, അയാൾ പൂട്ടി. മറ്റേ ആൾക്ക് വന്നിട്ട് അകത്ത് കയറാൻ കിടന്നില്ല. അവിടെ അങ്ങനെയാണല്ലോ അതിനകത്ത്. എനിക്കത് പർവ്വതത്തിൽ, ആൽപ്സിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിച്ച ഒരു സംഗതിയാണ്. ഇഫ് ഐ റീകോൾ റൈറ്റ്, ഫ്രഞ്ച് ആണ്, ആൽപ്സ് ആണ്, ക്യാബിൻ തുറക്കാൻ പറ്റാത്തതാണ്, ആത്മഹത്യയാണ്, ആത്മഹൂതി. അതൊന്ന് നോക്കണം, ഞാൻ ഇത് കഴിഞ്ഞ് നോക്കുന്നുണ്ട്, നിങ്ങൾ നോക്കുക. അപ്പൊ ഈ 3 കാരണങ്ങളാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്നുകിൽ എക്സ്റ്റേണൽ റീസൺസ്, 2 സാങ്കേതികമായ, പുറത്ത്, അകത്ത് ഇരിക്കുന്നവന്റെ അകത്ത്, ഈ 3 കാര്യങ്ങൾ. ഇതില് ഒരു കമ്പനി വിമാനം വാങ്ങിക്കണമെന്ന് നോക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ആ കമ്പനി വിമാനം വാങ്ങിക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. കാര്യം അത് ആർക്കും വരാം, ഏത് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാലും ഈ പുറത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഇനി ഈ ഓടിക്കുന്നവന്റെ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അതും ആ ഒരു വിൽപ്പനയെ ബാധിക്കില്ല. എന്നാൽ ആ വിമാനത്തിന്റെ സ്ട്രക്ചറലായിട്ടുള്ള, ടെക്നിക്കലായിട്ടുള്ള ഫ്ലോ ആണെങ്കിൽ അത് വിൽപ്പനയെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിന് പരമപ്രാധാന്യമുള്ളത്. ഒരു വിമാനാപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ അന്വേഷണത്തിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം, അത് വാങ്ങാനായിട്ട് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ക്ലിയർ ആയല്ലോ? ഓക്കെ.